ഈ ലാപ്പിൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടി, 96 ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നിങ്ങളെ സൗണ്ട് കേട്ടോ, അത് ഒരു ടി വി എസിൻ്റെ ബൈക്ക് ട്രാക്കിലൂടെ ഓടുന്ന സൗണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൊസൂറിലെ ടി വി എസിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിലാണ്. നാനോ സ്റ്റോറി നടക്കുമ്പോൾ, നാനോ സ്റ്റോറിയുടെ സമയത്ത് നമ്മൾ നാനോയുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്ത കൂട്ടത്തിൽ കുറച്ചധികം ബ്രാൻഡുകളോട് കൂടി പ്ലാന്റ് വിസിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ടി വി എസ്. അന്ന് ടി വി എസ് പറഞ്ഞത് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്, ഇപ്പോൾ നടക്കില്ല, നമുക്ക് പിന്നെ നോക്കാനുള്ളായിരുന്നു. അവർ ആ വാക്ക് പാലിച്ചു. പക്ഷേ ആ വാക്ക് പാലിക്കുന്നതോടൊപ്പം അവർ കുറച്ചുകൂടി ബോണസായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടി വി എസിൻ്റെ ഇറങ്ങിയപ്പോൾ തന്നെ ഹിറ്റായ വണ്ടിയാണല്ലോ ടി വി എസിൻ്റെ റൈഡർ. ആ റൈഡറിൻ്റെ ഒരു പ്രിവ്യൂ, ആ പ്രിവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ബൈക്കിൽ ആദ്യമായിട്ട് ഒരു കണക്ടിവിറ്റി ഫീച്ചർ, അതുകൂടാതെ ഒരു TFT 5-inch TFT സ്ക്രീൻ, റൈഡ് മോഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. അത് മാത്രമല്ല മെറ്റവേഴ്സിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു എൻട്രി കൂടി ഈ ഒരു ടി വി എസിൻ്റെ റൈഡറിനെ കുറിച്ച് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടി വി എസ് റൈഡർ. അപ്പോൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാം. അതായത് പ്ലാനിലാണ് വണ്ടി ഒന്ന് കാണാം, അതിനുശേഷം ആ ഒരു ട്രാക്കിൽ നമുക്കൊന്ന് ഓടിക്കാം. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹൊസൂറിലെ ടി വി എസിൻ്റെ പ്ലാനിലാണ്. നമ്മുടെ കൂടെയുള്ളത് ടി വി എസ് റൈഡറാണ്. ടി വി എസിൻ്റെ 86,000 മുതൽ 94,000 രൂപ വരെ വില വരുന്ന ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്, 125cc കമ്മ്യൂട്ടർ ബൈക്കാണ് ടി വി എസ് റൈഡർ. ഇതിൻ്റെ ആ ഒരു സിംഗിൾ സിലിണ്ടർ 125cc എഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ 11.3 HP, 11.2 അതാണ് ആ പവർ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യം ചോദിക്കും. മൈലേജിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ARI മൈലേജ് പുറത്ത് വിടുന്നതിന് എതിരായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് ഓടിച്ച് കിട്ടുന്ന മൈലേജ് എന്തോ അതാണെന്നുള്ളതാണ്. പിന്നെ ടാങ്കിൻ്റെ മുകളിൽ ആ ഒരു ഇൻ്റലിഗോ എന്ന ലോഗോ ഉണ്ടോ, ആ ലോഗോ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ പല വണ്ടികളും കണ്ടിട്ടുള്ള ആ ഒരു കാര്യം. സിഗ്നൽ നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ന്യൂട്രാക്കി കഴിഞ്ഞാൽ ഓഫാവുകയും പിന്നീട് ഷട്ടാവും ചെയ്യുന്നില്ലേ, അത് തന്നെ. വിക്കഡ് എന്നുള്ള രൂപം ടി വി എസിൻ്റെ ആ ഒരു വണ്ടിക്കുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള രൂപം തന്നെയാണ്. അതായത് നമ്മൾ നിരത്തിൽ കാണാത്ത വിധം ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു ടി വി എസിൻ്റെ റൈഡർ. മറ്റു വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു പെറ്റൽ ഡിസ്കും അല്ലെങ്കിൽ ആ ലെവൽ ഡിസൈൻ നമുക്ക് പരിചിതമാണ്, കാരണം അപ്പാച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഗോൾഡൻ കാലിപ്പർ ഉണ്ടോ. ഇനി എഞ്ചിൻ്റെ താഴെ ആ ഒരു കൗളുണ്ട്, കൗൾ മഞ്ഞ കളറാണ്. കൂടാതെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഇരുവശത്തും ആ ഒരു മഞ്ഞ പീസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് ഉണ്ടല്ലേ. ഇനി ഈ ഒരു ഇൻഡിക്കേറ്ററിന് ഒരു ചെറിയൊരു വളവുണ്ട്. ആ വളവെന്ന് പറയുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ കൂടി ആ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നത് കാണാമെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഓൾ എറൗണ്ട് LED എന്നാണ് ടി വി എസ് പറയുന്നതെങ്കിൽ കൂടി ഇൻഡിക്കേറ്റേഴ്സ് ബൾബാണ്. വലിയ ഹാൻഡിൽ ബാറും വലിയ മിററുകളും കാണാം. ആ ഒരു സ്പ്ലിറ്റ് സീറ്റൊക്കെ തന്നെ അത്യാവശ്യം കംഫർട്ടബിളാണ്. ടാങ്കിൻ്റെ ഈ ഡിസൈൻ, ടാങ്കിൻ്റെ മുകളിൽ ആ ഒരു പ്ലാസ്റ്റിക് പീസുകളുണ്ട്, ടാങ്ക് അകത്താണ്. കൂടാതെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിനുള്ള ഒരു ടി വി എസിൻ്റെ കുതിരയും കാണാം. ഇനി താഴെ ഇൻ്റലിഗോ ലോഗോയാണ് എവിടെയെങ്കിൽ അപ്പുറത്താണ് ശരിക്കും വിപ്ലവകരമായ മാറ്റം. അതിന് മുന്നേ ഈ ഒരു സ്പോർട്ടി ഫുഡ് പെക്സും ആ ഒരു എക്സോസ് പൈപ്പും കാണിക്കാം. കണ്ടോ, ആ ഒരു ഷീൽഡൊക്കെ കൊടുത്തിട്ട്. ഇനി എഞ്ചിനും ഉണ്ട് ആ ഡിസൈൻ. കൂടാതെ പിന്നിലെ വീലും അല്ലെങ്കിൽ മുന്നിലെ വീലൊക്കെ തന്നെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഫോക്കസ് ചെയ്ത് ചെയ്തതാണ്. കൂടാതെ മോണോ ഷോക്ക് കൂടിയുണ്ട്. ഈ ഒരു വീലിൻ്റെ കാര്യം പറഞ്ഞാൽ 100 ആ സൈസ് എന്ന് പറയുന്നത്. കൂടാതെ ആ ഒരു ഹാങ്ങറിൽ 2 റിഫ്ലക്ടർ ഉണ്ട്. T എന്നുള്ള ആ ഒരു LED ടൈൽ ലാമ്പ് കാണാം. ആ ടൈൽ ലാമ്പ് ടി വി എസിനെ സൂചിപ്പിക്കുന്നു. ഇനി ഈ ഒരു ഗ്രാബ് ഹാൻഡിലുണ്ടോ, ഇത് ഒരു ഗ്രേ കളറാണ്. വലിയ ടാങ്കും വലിയ സീറ്റുകളുള്ളൊരു കമ്പ്യൂട്ടർ ബൈക്കാണ് ഈ ഒരു ടി വി എസിൻ്റെ റൈഡർ എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ടി വി എസിൻ്റെ റൈഡർ നമ്മളന്ന് വീഡിയോ ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ഒരു സ്മാർട്ട് X കണക്ട് ആപ്പാണ്. ആ ആപ്പിലേക്കാണ് ഇനി വരുന്നത്. അതായത് ആദ്യം കയറിയിരിക്കാം. ഈ ഒരു 5-inch TFT സ്ക്രീൻ എന്ന് പറയുന്നത് സെഗ്മെൻറ്റിൽ ആദ്യം എന്നാണ് ടി വി എസ് പറയുന്നത്. നമ്മൾ കുറച്ച് കൂടിയ വണ്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 മോഡുകളുണ്ട്, റൈഡ് മോഡുകൾ, ഈക്കോയും സ്പോർട്ടും. അപ്പോൾ ആ സ്പോർട്ടും ഈക്കോയും മോഡും മാറുന്നതിനനുസരിച്ച് ആ ഒരു കളറുകൾ മാറും. അപ്പോൾ നിങ്ങൾ താഴെ കാണാം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചും ബാറ്ററിയും കോളും മെസ്സേജും. ഇതെന്താണെന്നുള്ളതല്ലേ, ഈ ഒരു സ്ക്രീൻ ഒരു ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റും, യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇത് ഐ ബട്ടണാണ്. വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കൂടാതെ കോൾ എടുക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ് പോലുള്ള കാര്യങ്ങളുണ്ട്. മെനുവിൽ നമുക്ക് കാണാൻ പറ്റുക ട്രിപ്പ് Aയും ട്രിപ്പ് Bയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡൊക്കെ തന്നെയാണ്. അതല്ലാണ്ട് ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാഫിക്സ് ഉണ്ടോ, ആ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വോയിസ് കമാൻഡ് ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. നമുക്ക് എന്ത് വോയിസ് കമാൻഡ് വേണമെങ്കിൽ കൊടുക്കാം. അതെങ്ങനെയെന്നല്ലേ, അതൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പാണ് ഈ മൊബൈലിലുള്ളത്. ആൻഡ്രോയിഡിലാണെങ്കിലും ആപ്പിളിലാണെങ്കിലും TVS കണക്ട് എന്നുള്ള ആപ്പുണ്ട്. ഈ ആപ്പാണ് നമ്മുടെ ഈ ഒരു മൊബൈലും ആ ഒരു സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിനകത്ത് പ്ലീസ് വെയിറ്റ് എന്നുള്ള സംഭവം കാണാം. റൈഡറിൻ്റെ കണക്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ്, ഈ ഒരു ലോഗോ അടക്കം അത് വന്നു. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ശരിക്കും എടുത്തു കാണിക്കുന്നതിനകത്ത് തന്നെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമുക്ക് നാവിഗേഷൻ ഉപയോഗിച്ച് വേർ ടു, അപ്പോൾ നമുക്ക് വേർ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വോയിസ് കമാൻഡ് ഉപയോഗിക്കുകയോ ആവാം. അപ്പോൾ ഞാൻ വോയിസ് കമാൻഡ് എടുക്കുകയാണ്. വോയിസ് കമാൻഡ് എടുക്കുമ്പോൾ നാവിഗേറ്റ് ചെയ്യുന്നില്ല, കാരണം നാവിഗേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ വേണ്ടി നിർത്തിയേക്കാണല്ലോ. ഈ ഒരു വോയിസ് കമാൻഡ് എടുക്കുമ്പോൾ ഇത്രയും വോയിസ് കമാൻഡ് കാണാം. കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടാനും അല്ലെങ്കിൽ കുറയ്ക്കാനും, ലൊക്കേഷൻ കാണിക്കാനും, നമ്മളെ ആദ്യമായി വിളിച്ച് ആരാന്നുള്ളതും, ടോപ്പ് സ്പീഡും, പെട്രോൾ പമ്പ് അടുത്ത് ഏതാണുള്ളത് ഒക്കെ തന്നെ നമുക്ക് വോയിസ് കമാൻഡ് വെച്ച് ചെയ്യാം. ആ വോയിസ് കമാൻഡ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ
ആ ഒരു സംഗതി വരും. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്തായിട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചാണ് ഇത് നമ്മൾ നിയന്ത്രിക്കുക. ഒരിക്കലും വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യണമെന്നുള്ളത് റെക്കമെൻഡ് അല്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് കോൾ വരുന്നത് ആരാന്ന് കാണാം, കോൾ കട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഒറ്റ പ്രസ്സിൽ കട്ടും, 2 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൾ എടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ആപ്പ് ശരിക്കും മൊബൈലിലെ സെറ്റിങ്സാണ് ആൾട്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കോൾ വരുമ്പോൾ കോള് വിളിക്കുന്ന ആളുടെ ഫോട്ടോ വരെ കാണിക്കുമെന്നൊക്കെ പറയണം. അത്രയും അഡ്വാൻസ്ഡ് ആണ്, അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വെയിലത്ത് കാണാൻ പറ്റും, ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊരു ആപ്പാണ്. ഇനി ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ കർണാടക. പക്ഷേ ഇത് ഹൊസൂർ കർണാടക അല്ല, തമിഴ്നാട്ടിലാണ്. ഇവിടെ കൊന്നയൊക്കെ പൂത്തുണ്ട്. ശരിക്കും വിഷുക്കാലമൊന്നുമല്ല. എന്നാലും ഈ ഒരു മഞ്ഞ ബൈക്കിന് ഈ ഒരു മഞ്ഞ കണിക്കൊന്ന നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതായത് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുത്തി ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കണം നമ്മൾ ട്രാക്കിലാണ് ഓടിക്കുന്നത്. അവിടെ ഒരു ട്രാക്ക് ഉണ്ട്, വലിയ ട്രാക്കാണ്. ആ ട്രാക്കിൽ 10 ലാപ്പോ ഒക്കെ നമുക്ക് ഓടിക്കാം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരിത്തിരി റൈഡിങ് കാര്യങ്ങളൊക്കെ പറയാം. അതായത് ടോപ്പ് സ്പീഡൊക്കെ പറയാം. അത്രേ ഉള്ളൂ. സോ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സ്റ്റാർട്ടാക്കാണ്. ആ ഒരു റൈഡിൻ്റെ സിമ്പിളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഇൻ്റലിഗോ ഉള്ളതാണ്. അതായത് നമ്മൾ ഈക്കോ മോഡിലാണെങ്കിൽ വണ്ടി സിഗ്നലൊക്കെ സ്റ്റോപ്പായി ഓഫ് ആകും, പിന്നെ ത്രോട്ടിൽ സ്റ്റാർട്ടാവും ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡ് ഓറഞ്ചാണ്. ഇപ്പോൾ നീല എന്ന് പറയുന്നത് ആ ഒരു ഈക്കോ മോഡാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു 125cc കമ്പ്യൂട്ടർ ബൈക്കാണ്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ബ്രേക്കുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 94,000 രൂപയോളം ഒരു എക്സ്ഷോറൂം പ്രൈസ് വണ്ടിക്ക് ഉണ്ട്. 2 വേരിയൻ്റ് ഉണ്ട്, 88ഉം 94ഉം ആ ഒരു റേഞ്ചാണ് പ്രൈസ്. ഏകദേശം കേട്ടോ, മാറാം. ഈ മിററൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു മിററാണ്. നമ്മൾ അപ്പാച്ചെ കാലം മുതൽ അങ്ങോട്ട് ഈ മിറർ കാണുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്യൂവൽ മീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ട്രിപ്പ് എക്കും ബിക്കും പുറമെ ആ ഒരു ഫ്യൂവൽ എന്നുള്ള ട്രിപ്പ് കൂടി വരും. നമ്മൾ റിസർവായിട്ട് ഓടുന്ന ആ ഒരു സംഗതി കൂടി വരും. നമ്മുടെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. ഇപ്പം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഇത് ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്തു. ആ ഒരു ഹെഡ്സെറ്റും പെയർ ചെയ്തു. നമ്മൾ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ അവിടെ വോയിസ് കമാൻഡിൻ്റെ സിമ്പിൾ വരും. എന്നിട്ട് നമുക്ക് പറയാം. അതായത് കോൾ ദിസ് ഗായ്, അതുപോലെ നാവിഗേറ്റ്, അതുപോലെ കുറച്ചധികം കമാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. കൊള്ളാം അല്ലേ? അപ്പോൾ നമുക്ക് ഓടിക്കാം. സൈലൻസ് ചാർട്ട് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും എടുത്തെടുത്ത് പറയണ്ട എന്ന് ഞാൻ വിചാരിക്കും. കാരണം എന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചത്, നമ്മളിതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു പൈലറ്റ് വണ്ടിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഓടിക്കുകയാണ്. അത് TVSൻ്റെ ജൂപ്പിറ്റർ ആണോ. അപ്പോൾ ജൂപ്പിറ്റർ ട്രാക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് 10 മിനിറ്റാണുള്ളത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലാപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത് ശരിക്കും കൈ കൊടുത്ത് ഓടിക്കാനുള്ള അവസരം എന്ന നിലയ്ക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 11.3 HP 11.2 എണ്ണം ടോർക്കുള്ള 125cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു TVSൻ്റെ റൈഡറിൽ. അപ്പോൾ അപ്പാച്ചിയൊക്കെ ഇപ്പോൾ ഉള്ളൊരു റൈഡിങ് പോസ്റ്റർ ഉണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ഒരു നിമ്പിളാണ് വണ്ടി. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന നിലയ്ക്ക് ഇത് അത്യാവശ്യം സ്പോട്ടോണാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് 5 മാസം 6 മാസമൊക്കെ ശരിക്കും ആ ഒരു ബുക്കിംഗ്. ഐ എം റൈഡിങ് ഫാസ്റ്റ്. സോ ട്രാക്ക് റൈഡിങ് ഇസ് എൻ ആർട്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരു കാലത്ത് നിന്ന് ഒരുപാട് ലേൺ ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ TVSൻ്റെ അപ്പാച്ചയുടെ ആ ഒരു റേസിങ്ങിന്, അതായത് മീഡിയ റേസിംഗ് പ്രോഗ്രാമിന്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ റൈഡും എനിക്ക് ഭയങ്കര ഒരു ആർട്ടാണ്. ഐ എം ഡൂയിങ് ദിസ് ഫോർ നോട്ട് ഓൺലി ഫൺ ബട്ട് ആൾസോ ലേണിംഗ്. ട്രാക്ക് റൈഡ് എങ്ങനെയാണെന്നുള്ളത്, ഇവിടെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യം കാണാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ശരിക്കും നല്ല ഒരു ട്രാക്കാണ്. നമ്മൾ പറന്ന് കയറി പോയാലോ എന്നുള്ളതാണ്. ശരി, കൈ കൊടുക്കാം. ഇതേ ട്രാക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എന്തോ ഓക്കെ, ഐ എം ഗോയിങ് ഫസ്റ്റ്. ഒരു
കമ്മ്യൂട്ടർ ബൈക്ക് എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ നല്ല കൈ കൊടുത്ത് ഓടിച്ചു, അതായത് എല്ലാ ഗിയറിലും റെഡ് ലൈൻ ചെയ്തിട്ടാണ് ഓടിച്ചത്. ആ ഒരു റൈഡിങ്ങിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും നല്ല കേട്ടോ. അതായത് ഏകദേശം ഒരു എന്താ പറയുക, ഏകദേശം ഒരു 92-93 കിലോമീറ്റർ സ്പീഡ് വരയ്ക്ക് ഈ വണ്ടിക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത് ശരിക്കും 5 സ്പീഡാണേ. ഇനി ഒന്ന് കുനിഞ്ഞ് ഒന്ന് ഓടിച്ചു പോകണം, അതായത് എങ്ങനെയാണ് ഇത്രയും കൂടി സ്പീഡ് എടുക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ ഇവിടുന്ന് ഒന്നും കൂടി ചാമ്പട്ടെ. സോ 95 കിലോമീറ്ററാണ് റൈഡറിൻ്റെ ടോപ്പ് സ്പീഡ്. അത് തീരുമാനമായി. ഇനിയിപ്പോൾ ഹൈവേയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുറേ ദൂരം ഓടിച്ചാൽ സ്പീഡ് കൂടാം, അതല്ല 100 മുട്ടാം എന്നാണെങ്കിലും 90-94 വരെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അതിൽ കൂടുതൽ വണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടി തേർഡ്. ഒന്നുകൂടി ഫസ്റ്റ് ഇട്ടു. അപ്പോൾ വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 95 കിലോമീറ്ററാണ്. കൂടാതെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 11.3 HP, 11.2 NM. ഈ ലാപ്പിൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടി, 96 അപ്പോൾ TVS റൈഡർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്. നമ്മുടെ സിറ്റിയിലെ സ്പീഡ് ലിമിറ്റിൽ അല്ലെങ്കിൽ ഹൈവേയിലെ സ്പീഡ് ലിമിറ്റ് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഫൺ ഫാക്ടറുള്ള ഒരു കുഞ്ഞൻ അപ്പാച്ചയുടെ സ്വഭാവമുള്ള വണ്ടി എന്നൊക്കെ പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യാം, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. എനിക്ക് തോന്നുന്നു ഒരു ലാപ്പ് കൂടി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി.